ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ കുടിച്ച് ലെക്ക് കെട്ടൊരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുകയാണ്, അച്ചാച്ചൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കുടിച്ചിട്ടുണ്ടെന്നാണ്, വെള്ളമാണോ അല്ലെങ്കിൽ മദ്യമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അച്ഛന് മനസ്സിലായല്ലോ, അത് തന്നെ മദ്യം. അച്ഛൻ കുടിച്ചിട്ടുണ്ടല്ലേ? ആ ലേശം മോളെ, ഭയങ്കര സ്ട്രെസ്സായിരുന്നു, അതുകൊണ്ടാണ് അച്ഛൻ ഇച്ചിരി കുടിച്ചു പോയത് മോളെ. അച്ഛ എന്നാലും വേണ്ടായിരുന്നു അച്ഛ, ഇങ്ങനെ കുടിക്കണ്ടായിരുന്നു അച്ഛ. അലീന ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അലീന ചേച്ചിയോട് വാക്ക് പറഞ്ഞല്ലേ അച്ഛൻ ഇനി കുടിക്കില്ല എന്ന്. എന്നിട്ട് അച്ഛൻ എന്തിനാ അച്ഛ കുടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മോളെ, അലീന ചേച്ചിയോട് തുറന്നു പറയല്ലേ, അച്ഛനെ ഇനി കുടിക്കില്ല, അച്ഛൻ പറഞ്ഞല്ലോ സ്ട്രെസ്സ് കാരണമാണ് അച്ഛൻ ഇച്ചിരി കുടിച്ചു പോയത്. എൻ്റെ മോള് അച്ഛനോടൊന്ന് ക്ഷമിക്ക്, അച്ഛൻ അത്രയ്ക്ക് വലിയ ഫിറ്റൊന്നും അല്ലെന്നേ, 2 പെഗ് അടിച്ചുള്ളൂ, അത്രയും മാത്രമേ ഉള്ളൂ മോളെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം വൈജത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജ പറയാണ്, കുടിച്ചു വരുന്നിട്ടുണ്ട്, ആദ്യം കുടിച്ചതിൻ്റെ കളിയാണ് ഐസിയുവിൽ പോയി കിടന്നത് എന്നൊക്കെ ഇങ്ങനെ വൈജ കളിയൊക്കെ കൊണ്ട് പറയുമ്പോൾ ബാലചന്ദ്രൻ നേരെ വൈജയുടെ അടുത്തേക്ക് ചെല്ലുക. വൈജയോട് ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ശരിയാ, ഞാൻ ആദ്യം കുടിച്ചുകൊണ്ടാണ് ഐസിയുവിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നത്. പക്ഷെ നീയോ, നീ വണ്ടിയെടുത്ത് ഒറ്റൊരു പോക്ക് പോയതാണല്ലോ, പിന്നെ കൈയും കാലും ഒടിഞ്ഞ് ഐസിയുവിൽ എത്ര നാളാണ് നീ കിടന്നത്? എന്താ അതെല്ലാം അങ്ങോട്ട് മറന്നുപോയോ? പക്ഷേ ബാലേന്ദ്രൻ അങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇനി ബാലേന്ദ്രൻ ഐസിയുവിലാവണമെങ്കിലേ ബാലേന്ദ്രൻ പിന്നെ തിരിച്ചു വരില്ല, ഒറ്റടിയായിട്ട് തിരിച്ച് മുകളിലോട്ട് അങ്ങോട്ട് പൊയ്ക്കോളും എന്നൊക്കെ നല്ല തക്ക മറുപടി കൊടുക്കുക. ബാലേന്ദ്രൻ്റെ ഓരോ മറുപടിക്ക് മുന്നിലും നമ്മുടെ വൈജയുടെ കണ്ണുകളൊക്കെ നിറയുക. വൈജയ്ക്ക് ഭയങ്കരമായിട്ടും വിഷമം തോന്നുകയാണ്. അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ഷോ കാണിക്കാൻ നിൽക്കരുത് വൈജ മേഡം. വൈജ മേഡത്തിൻ്റെ കാര്യം നോക്കി നിൽക്ക്. ഈ ബാലചന്ദ്രനെ ഭരിപ്പിക്കാനും പഠിപ്പിക്കാനും നീ വരണ്ട. ഐസിയുവിൽ കിടന്ന പോലും ഞാൻ, എന്നിട്ട് നീയാണോ എന്നെ പരിചരിച്ചത്? അല്ലല്ലോ. എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. വൈജ മേഡത്തിൻ്റെ കാല് പിടിച്ചുകൊണ്ട് ഈ ബാലചന്ദ്രൻ ഒരിക്കലും വരാനായിട്ടും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ ബാലേന്ദ്രനെ താങ്ങി പിടിക്കുകയാണ്. മോള് പേടിക്കണ്ട മോളെ, അച്ഛന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ, അച്ഛന് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോവുക. അപ്പോൾ ഈ വൈജയ്ക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ ബാലേന്ദ്രനെ റൂമിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ കൃഷ്ണമോൾ. എന്നാലും കൃഷ്ണമോൾക്ക് ആകെ സങ്കടം തോന്നുകയാണ്. എന്നാൽ എന്തിനാ അച്ഛൻ എന്തിനാണ് അച്ഛ കുടിച്ചത്? അതെ, ഞാൻ അലീന ചേച്ചിയോട് പറയട്ടെ? അയ്യോ വേണ്ട, അലീന ചേച്ചിയോട് പറയല്ലേ. അലീന ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാലേ അലീന ചേച്ചിക്ക് അത് സങ്കടവും, അതറിയാലോ അച്ഛൻ വാക്ക് കൊടുത്തല്ലേ. അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇതേപോലെ കുടിച്ചോട്ട് വരുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പോൾ കുടിച്ചിട്ട് വന്നത് അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ, അലീന ഇല്ലല്ലോ, അവൾ പോയില്ലേ, ഒരു പോക്ക് പോയില്ലേ, എല്ലാം ഉപേക്ഷിച്ച് തനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അലീന പോയില്ലേ, അവൾ എല്ലാം ഉപേക്ഷിച്ച് പോയില്ലേ, എൻ്റെ ചങ്ക് കിടന്ന് പിടയ്ക്കുകയാണ് മോളെ എന്നൊക്കെ പറയുക. നമുക്കിപ്പോൾ ആരുണ്ട് നമ്മളെ സങ്കടങ്ങൾ കാണാനും പറഞ്ഞ് പരാതികളൊക്കെ മാറ്റാനും നമ്മളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ ആരുമില്ലല്ലോ, അവൾ പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ ആരോഗ്യം നോക്കണം അച്ഛനല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല അമ്മ ആണെങ്കിൽ ഞങ്ങളുടെ കാര്യം നോക്കാറില്ല, അമ്മയുടെ സ്വന്തം കാര്യം നോക്കി മാത്രം ജീവിക്കുന്ന ഒരാളാണ് അച്ഛനും കൂടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആകെ ഞങ്ങൾക്ക് സങ്കടമാവില്ല സോറി മോളെ, ഇനി അച്ഛൻ കുടിക്കില്ല, ഇത് അവസാനത്തെ കുടിയാണ്, അച്ഛൻ പറഞ്ഞില്ലേ ഇത് അവസാനത്തെ കുടി തന്നെയാണ്, ഇനി അച്ഛൻ കുടിക്കില്ല. പക്ഷേ മോളെ, മനസ്സിൽ കിടന്നേ ചില കാര്യങ്ങൾ അങ്ങോട്ട് വിങ്ങി പൊട്ടുവാണ്. ഞാനേ ആ ബോംബ് അങ്ങോട്ട് പൊട്ടിക്കട്ടെ. മോളുടെ അമ്മയെ കാണും തോറുമേ എനിക്ക് ആ ബോംബ് പൊട്ടിക്കാനാണ് തോന്നുന്നത്. അവൾ യഥാർത്ഥത്തിൽ ആരാണ്, അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ബോംബില്ലേ, എൻ്റെ കയ്യിലുള്ള ആ ബോംബ് ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചാലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോൾക്ക് ഭയങ്കര ടെൻഷൻ തോന്നിക്കുക. അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ അച്ഛനിപ്പോൾ ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്, അച്ഛൻ റെസ്റ്റ് എടുക്കും. മോളെ, എന്നെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ, ഞാൻ അത്ര വലിയ ലക്ക് കെട്ട് കുടിച്ചിട്ടൊന്നുമില്ല, എനിക്ക് നല്ല ബോധമുണ്ട്, നല്ല ബോധത്തോടു കൂടി തന്നെയാണ് എൻ്റെ പൊന്നും മോളോട് ഞാൻ സംസാരിക്കുന്നത്. അച്ഛൻ ആ ബോംബ് പൊട്ടിക്കും ഒരു ദിവസം, അതൊക്കെ പൊട്ടിച്ചു കഴിയുമ്പോഴേക്കും അച്ഛൻ്റെ മനസ്സ് നന്നായിട്ട് റിലാക്സ് ആവും. അതുവരെ അച്ഛനിങ്ങനെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ പൊട്ടിക്കട്ടെ എന്നിങ്ങനെ ബോംബ് പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ച് ബാലേന്ദ്രൻ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോവാണ്. ബാലേന്ദ്രൻ്റെ തലയിൽ ഒന്ന് തലോടി കൊടുക്കുകയാണ് നമ്മുടെ കൃഷ്ണമോൾ. ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് കൃഷ്ണമോൾക്ക് വല്ലാത്തൊരു പേടിയും തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലിയും ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ അവിടുത്തെ ജോലിക്കാർ. അപ്പോൾ അപ്പച്ചൻ കഴിക്കുന്നില്ല അപ്പച്ച എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ഉപവാസമാണെന്ന് പറയണം. ഓഹോ അത് ശരി, അപ്പോൾ അലീനോടൊപ്പം കൂടി അപ്പച്ചൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണോ?
ഉപവാസം എടുക്കുന്നു. ഹാ, അതല്ലടാ സ്റ്റാൻലി. എടാ ലാലിച്ച, ഞാനൊരു കാര്യം പറയത്തെ നിന്നോട്. ഈ ഉപവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണെന്നാണ് അലീനയുടെ വിചാരം. അപ്പോൾ അവളൊരു ഉപവാസം എടുക്കുമ്പോൾ, കാരണം അവൾ ചെറുപ്പക്കാരിയാണ്, അപ്പോൾ അവൾ ഉപവാസം എടുക്കുമ്പോൾ പ്രായമായ ഞാനും കൂടി അവളോടൊപ്പം ഉപവാസം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും പുല്ലാണെന്ന് അവൾക്ക് ഞാൻ തെളിയിച്ച് കൊടുക്കണ്ടേ ലാലിച്ച എന്ന് പറയുമ്പോൾ, അപ്പച്ച അപ്പോൾ അവളെ എപ്പോൾ ഉപവാസം എടുത്താലും അപ്പച്ചന് ഉപവാസം എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും. എന്തെടുത്ത കുഴപ്പം? ഈ ഉപവാസമൊക്കെ ഒരു പുല്ലാടാ, നമുക്കൊക്കെ അത് വലിയ കാര്യമുള്ളെന്ന് അവളെ അറിയിച്ച് കൊടുക്കണം എന്ന് പറയുകയാണ്. എൻ്റെ അപ്പച്ച, ഇതിനൊക്കെ വല്ല പരിപാടിയുണ്ടോ അപ്പച്ച? അപ്പച്ചനിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കപ്പച്ച. ദേ ലാലിച്ച, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ പാവം പെണ്ണിനെ ഇട്ട് നീ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ. അവളെ നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടായിരിക്കുന്നേ. അവൾ പാലയിലേക്കോട്ട് പോയിക്കോട്ടെ. അവൾ പാലയിൽ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി അവിടെ ഒന്നും വിടുന്നില്ല. അപ്പോൾ ജോലിക്കാർക്കൊക്കെ അലീനയെ പറഞ്ഞു വിടാനായിട്ട് വലിയ താല്പര്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവളെ പുനരിലോട്ട് കൊണ്ടുപോയിക്കോളാം, എന്താ പോരെ? വേണ്ട, അത് വേണ്ട. അപ്പച്ചനെ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാവോ? എടാ, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാനേ നിനക്ക് വേണ്ടി അതെല്ലാം ചെയ്തു തരാം. നീ എന്താ പറയാൻ ഉദ്ദേശിച്ചത്? നീ പറയടാ. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചനെ, നാളെ തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളാം, കേട്ടല്ലോ? ഇവിടെ അപ്പച്ചൻ്റെ ഭരണം വേണ്ട. അപ്പച്ചന് പുനലൂരിൽ ഒരുപാട് ജോലികളുണ്ടല്ലോ. ആ ജോലികളെല്ലാം ചെയ്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി അവിടെ നിന്നാൽ മതി. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാനും ഇവിടെ ഭരിപ്പിക്കാനൊക്കെ ഞാനുണ്ട്. അപ്പച്ചൻ്റെ ആവശ്യമില്ല. എന്താ വേണ്ടത് ഏതാ വേണ്ടതെന്ന് എനിക്കറിയാം, കേട്ടോ അപ്പച്ച? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചനെ അവിടെ നിന്ന് ചാടി എണീക്കുക. അപ്പം ചാടി എണീച്ചിട്ട് ലാലിച്ച, നീ എന്നെ പറഞ്ഞു വിടാനായോടാ? നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടടാ എന്നെ പറഞ്ഞു വിടാനായിട്ട്? എനിക്കേ പോകാൻ മനസ്സില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഞാനും ഇനി എൻ്റെ സിനിമയും ഒറ്റക്കെട്ടാടാ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാം നിൻ്റെ നേരെ എന്താണ് ചെയ്യേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും. വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ തലയിൽ കയറി നിരങ്ങുവാണോടാ നീ എന്നെ ഭരിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലേ? എടാ ലാലിച്ച, നീയേ കുഞ്ഞായിരുന്നപ്പോഴേ എൻ്റെ മടി കിടന്ന് എത്രയോ തൂറിയിട്ടും മുള്ളിയിട്ടൊക്കെ ഉണ്ടടാ. ഇതെല്ലാം സഹിച്ചവനാണ് ഞാൻ. എന്നിട്ട് അവൻ എന്നെ ഭരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും രണ്ട് ജോലിക്കാരിരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഈ ജോലിക്കാരെ നമ്മുടെ ലാലിച്ചൻ തുറപ്പിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവർ പേടിച്ച് ഓടുകയും ചെയ്യാണ്. ലാലിച്ചന് അത് വല്ലാത്തൊരു ഷെയ്മിങ് ആയിപ്പോയി. അപ്പച്ചൻ അത്രയ്ക്കും പറയുമെന്ന് നമ്മുടെ ലാലിച്ചൻ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചില്ല. പിന്നീട് കാണിക്കുന്നത് വൈജയാണ്. അപ്പോൾ വൈജ അടുക്കളയിൽ കുറച്ച് കഞ്ഞി ചീരത്തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ആ ചീരത്തോരനിരുന്ന് കരയുന്ന ഇത് മണം കെട്ടുകഴിഞ്ഞപ്പോഴേക്കും ഓടി വന്നിട്ട് അയ്യോ ദൈവമേ കരിഞ്ഞു പോയല്ലെന്നും പറഞ്ഞുകൊണ്ട് അതങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ്. പിന്നെ കഞ്ഞി തിളച്ചൊഴുകുന്നു. കഞ്ഞി ഇത് മാറ്റിക്കഴിഞ്ഞപ്പോഴേക്കും വൈജയുടെ കൈ പൊള്ളുകയാണ്. വല്ലാത്തൊരവസ്ഥ. ഒരു ജോലിക്കാരിയെ നിർത്തിയായിരുന്നു. അവളാണെങ്കിൽ പോയിട്ട് ഇത്രയും ദിവസമായി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇവരൊക്കെ എന്ത് ചെയ്യാനാണ്? ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാവോ? ഒറ്റ എണ്ണ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി കിടക്കുവാണ്? എനിക്കിനി ഒറ്റ ജോലിയൊക്കെ ചെയ്ത് എല്ലാത്തിൻ്റെ അണ്ണാക്കിലേക്ക് വെച്ച് കൊടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ആവശ്യമുള്ളവർ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കട്ടെ. ഞാനെന്തിനാ ഇവറ്റകൾക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നത്? നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾ. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായിട്ട് ജനിക്കുന്നതെന്ന് പറയുന്നത് വെറുതെ അല്ല. എൻ്റെ ശത്രുക്കളോ മക്കളുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുക. ഈ സമയം തന്നെ നമ്മുടെ ബബിത ഇരുന്ന് പഠിക്കുകയാണ്. പഠിച്ച് ഹോംവർക്കൊക്കെ ചെയ്യുകയാണ്. ആ സമയത്ത് കൃഷ്ണമോൾ വരികയാണ്. എന്താ ചേച്ചി ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും കുറച്ചും കൂടി ഉണ്ട്. ചേച്ചിയുടെ പഠിത്തം കണ്ടു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ കയറുമെന്ന് തോന്നുന്നല്ലോ. പിന്നെ റാങ്ക് ലിസ്റ്റ് പാസ് മാർക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. സെയിം ഡയലോഗ്, സ്ഥിരം ഡയലോഗ് എന്നൊക്കെ ഇങ്ങനെ പറയാം. ചേച്ചി ഞാനേ ടീ വെച്ചോട്ടെ, ചേച്ചി പഠിച്ചു കഴിഞ്ഞോ? എന്നാൽ ടീ വെച്ചോ, കുഴപ്പമൊന്നുമില്ല, ഞാനിത് കുറച്ചും കൂടി ഉള്ളൂ, ഞാനത് മാനേജ് ചെയ്തോളാം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ ടി വി വെക്കുകയാണ്. അപ്പോൾ ടി വി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വൈജ വരുന്നത്. അതേ
നിങ്ങൾ പഠിക്കുവാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറി മുഴുവനും കഷ്ടപ്പെടുന്നത്. എന്നിട്ട് ഇവിടെ കയറി ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ടി വി വെച്ചതേ ഉള്ളൂ, പഠിച്ച് കഴിഞ്ഞായിരുന്നു, ചെറിയ ടി വി ആണെന്ന് വിചാരിച്ചു. അതൊക്കെ ഇരിക്കട്ടെ അമ്മേ, ഈ അടുക്കള ജോലിയും ഈ ടി വിയും പഠനമൊക്കെ തമ്മിൽ എന്താ ബന്ധം? അമ്മയ്ക്കുള്ള ജോലി അമ്മ തീർത്തൂടെ? അതിനിപ്പോൾ ഞങ്ങളെ വന്നിങ്ങനെ ശല്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അമ്മേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കടി, റെഡി നിനക്കൊക്കെ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോടി? ഞാനൊരു മനുഷ്യത്തിയാണ്, നിങ്ങളുടെയൊക്കെ അമ്മയാണ്. അടുക്കളയിൽ കയറി ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ ഒന്ന് സഹായിക്കാം എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടോ നിങ്ങൾക്ക്? അമ്മ അതിന് ജോലിക്കാരിവിടെ ഉണ്ടല്ലോ. ജോലിക്കാരി പോയിട്ട് 4 ദിവസമായി. ഇപ്പം വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. ഇപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പറ്റാത്തൊരവസ്ഥ. അതിങ്ങനെ സംഭവിക്കുള്ളത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. നമ്മൊരു കാര്യം ചെയ്യ് അമ്മേ, വേറെ ഏതെങ്കിലും ജോലിക്കാരിയെ നോക്ക്, എന്നിട്ടൊരു എഗ്രിമെൻറ്റ് വെക്ക്. ഇത്ര വർഷത്തേക്ക് നിങ്ങൾ വേണമെങ്കിലും പോകാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട്, എന്നാലേ രക്ഷയുള്ളൂ. നീയൊക്കെ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. നീയൊക്കെ അടുക്കളയ്ക്ക് എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന് പറയണം. അമ്മയ്ക്കേ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ വില എന്താണെന്നറിയോ അമ്മേ? പറയുമ്പോഴേ അതെങ്കും കൂടി ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ എത്ര പ്രാവശ്യം അമ്മയെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അടുക്കള ജോലികൾ മുഴുവനും ഞങ്ങളല്ലേ ചെയ്തിട്ടുള്ളത്. അന്നേരം പറഞ്ഞു നിങ്ങളൊന്ന് അടുക്കളയിൽ കയറണ്ട, നിങ്ങൾ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒറ്റക്ക് അനുഭവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് വെച്ച് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എടി അതുകൊണ്ടല്ലേ ഞാൻ വന്നത്, നിങ്ങൾ എന്തെങ്കിലും എന്നോട് സഹായിച്ചാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഭക്ഷണം കഴിക്കേണ്ടി വരും. എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. നാണമുണ്ട് അമ്മ ഇങ്ങനെ പറയാനായിട്ട് അമ്മയ്ക്ക്? ഞാനെന്തിനാ നാണിക്കുന്നത്? പട്ടിയെ പോലെ കിടന്ന് ഇവിടെ കഷ്ടപ്പെടാനായിട്ട് എനിക്ക് പറ്റില്ല. ഇവിടുത്തെ കഴിഞ്ഞ് ഓഫീസിൽ പോയി ജോലി ചെയ്യണം, ഓഫീസിൽ നിന്ന് വന്നാൽ ഇവിടുത്തെ ജോലി ചെയ്യണം. ഇതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായല്ലോ? അല്ലപ്പോഴേക്കും ശരി, ഞങ്ങളേതായാലും അടുക്കളയൊക്കെ വരാം, പക്ഷേ സഹായിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളവിടെ ചുമ്മാ നോക്കി നിൽക്കുള്ളൂ. അതെന്താ നോക്കി നിൽക്കുന്നത്? എന്നെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം നിങ്ങളുടെ ടേബിളിൻ്റെ മുന്നിലെത്തും, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കിക്കോ. എനിക്കതിൽ യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കാമെങ്കിൽ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കിട്ടും. അതിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അടുക്കളയിലേക്ക് കയറി ചെല്ലുക. അടുക്കളയിലേക്ക് കയറി ചെന്ന് ശരി ഇന്നിപ്പോൾ ബൈജിയെ സഹായിക്കാം എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.